സമയത്തൊക്കെ രണ്ട് രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ വരും. ഇത് ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഭയം, ഒരു മടി. അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകും, വളരെ ഉത്സാഹത്തോടെ നമ്മളത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ചിലപ്പോഴുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരാറുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകില്ല, നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ്സ് പറയും. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് ചിലപ്പോൾ ഗുണകരമായിരിക്കില്ല, ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നന്നാകും, പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ കരുത്ത് നൽകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു കാര്യം നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ പറയുന്ന ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് അതിന്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് ആർജിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പോസിറ്റീവായിട്ട് ഉള്ള ആളുകളെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്ത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ രണ്ട് വശങ്ങൾ നമ്മൾ കാണുക. ഈ നെഗറ്റീവായിട്ടുള്ള ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു അവസരമായിട്ട് കാണുക. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നമുക്ക് ഒരു സപ്പോർട്ടായിരിക്കും. നമ്മുടെ മനോഭാവമാണ് ഇതിന്റെ എല്ലാം കാരണം. പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതിനോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ വീക്ക്നെസ്സുകൾ കാണിച്ചു തരുന്നതുമാണ്. ഇതിൽ കൂടെ നമുക്ക് കൂടുതൽ കരുത്ത് ആർജിച്ചു മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. ശരിക്കും പ്രകൃതിയിലൊരു നിയമമുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിനെ എതിർക്കുന്ന ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് എപ്പോഴും നമ്മളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ഫോഴ്സ്. നമ്മുടെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ളത് നമ്മുടെ ഇന്റൻഷനാണ് നമ്മുടെ ഒന്നാമത്തെ ശക്തി. അതിനെ എതിർക്കുന്ന രണ്ടാമത്തെ ശക്തിയാണ് ഓപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഓപ്പോസിംഗ് ഫോഴ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരുത്ത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പോസിംഗ് ഫോഴ്സ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ മറികടക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കുമ്പോഴത്തേക്ക് ഈ സാഹചര്യങ്ങൾ തന്നെ നമുക്കൊരു കരുത്ത് കൂടുതൽ നൽകിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തിക്കും. അങ്ങനെ എത്തിക്കുമ്പോഴാണ് ഒരു മൂന്നാമത്തെ ഫോഴ്സ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഫോഴ്സ് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിലുണ്ടാക്കുന്ന നെഗറ്റീവായിട്ടുള്ള നമ്മൾ വിമർശിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് വിഷമിച്ചിരിക്കാതെ കൂടുതൽ കരുത്തോടുകൂടെ കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഉപാധികളാണ് അതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.